നേരത്തെ തൃശ്ശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് നൽകി വിജയിപ്പിച്ച രീതി, അതായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തെ അടിസ്ഥാനമാക്കിയിരുന്ന കാര്യം. ആ നില പാടെ മാറി. തൃശ്ശൂരിൻ്റെ വോട്ടിംഗ് ശതമാനം നിലവിൽ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. 10,000-കണക്കിന് വോട്ട് കോൺഗ്രസിൽ നിന്ന് നേടിക്കൊണ്ടാണ് അന്ന് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി മത്സരിച്ച് എം പി ആയത്. തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ശീലം വെച്ച് ജയിച്ച മുഴുവൻ യു ഡി എഫ് കോൺഗ്രസ് അംഗങ്ങളും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കാഴ്ച കേരളം കണ്ടത് നിമിഷ നേരം കൊണ്ട് മുഴുവൻ കോൺഗ്രസ് വാർഡ് അംഗങ്ങൾക്കും ബി ജെ പി ആയി മാറാൻ യാതൊരു പ്രയാസവുമില്ല എന്നാണ് അവിടെയുള്ള അവരുടെ കൂറുമാറ്റം എല്ലാ കോൺഗ്രസും മാറി ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്നത്. 24 അംഗ ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫിന് 10 സീറ്റ് ഉണ്ടായിരുന്നു, യു ഡി എഫിന് 8, കോൺഗ്രസ് 8, ബി ജെ പി 4, 2 സ്വതന്ത്രന്മാരുമാണ് ഉണ്ടായിരുന്നത്. സ്വതന്ത്രന്മാരിൽ ഒരാൾ എൽ ഡി എഫിനെ പിന്തുണക്കുന്നതിന് വേണ്ടി തയ്യാറായി. വോട്ടെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ എൽ ഡി എഫിന് ലഭിക്കാനിടയുള്ള ഭരണം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് അംഗങ്ങളെല്ലാം കാലുമാറി ബി ജെ പിയോടൊപ്പം ചേർന്നത്. അവിടെ കോൺഗ്രസിൻ്റെ ജില്ലാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അവിടെയെല്ലാം പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ കൂറുമാറ്റം നടത്തിയത് എന്നിപ്പോഴും വ്യക്തമാവുന്നുണ്ട്. അവർ മാത്രമല്ല, വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ കൂറുമാറ്റത്തെ ന്യായീകരിക്കുന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഏത് നിമിഷവും ഏത് കോൺഗ്രസ്സുകാരനും ബി ജെ പിയിലേക്ക് ചേക്കേറാം എന്നതിന് അതിൽ വരമ്പുകളില്ല. നേരിയ ഒരു നൂൽ തടസ്സം പോലുമില്ല എന്നതാണ് കേരളത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. അഖിലേന്ത്യാ തലത്തിൽ മുമ്പ് അരുണാചലിലും പുതുശ്ശേരിയിലും ഗോവയിലുമെല്ലാം, അതിനു മുമ്പ് ത്രിപുരയിലും ഒക്കെ നമ്മൾ കണ്ട ഒരു കാഴ്ച, കോൺഗ്രസിലെ പ്രമുഖ വിഭാഗങ്ങളാകെ ബി ജെ പിയിൽ ലയിച്ച് ഭരണം കരസ്ഥമാക്കിയ ആ രീതി പുതിയ കേരള മോഡലായി ഇവിടെ അരങ്ങേറുന്നു എന്നുള്ളതാണ് ഗൗരവമുള്ള ഒരു കാര്യമായി നാം തിരിച്ചറിയേണ്ടത്. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ നേതാവ് 2021 സുരേന്ദ്രൻ പറഞ്ഞത്, ഞങ്ങൾക്ക് 40 സീറ്റ് നേടാനായാൽ കേരളം ഞങ്ങൾ ഭരിക്കും എന്നാണ്. അന്ന് പൊതുവേ എല്ലാവരും പരിഹസിക്കുകയാണ് ചെയ്തത്. 5 ആയാലും കുഴപ്പമില്ല, 5 വ്യത്യാസമല്ലേ. അതായത് 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും. അതാണ് അതിൻ്റെ സ്പിരിറ്റ്. അത് കണ്ടാൽ മതി. 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 2021 എല്ലാവരും പരിഹസിക്കുക ചെയ്തത്. സത്യം പറഞ്ഞാൽ മറ്റത്തൂർ കാണിക്കുന്നത് അതിനുള്ള സാധ്യതയാണ്. കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ ബി ജെ പിക്ക് വളമാവുമെന്ന് ഞങ്ങൾ നേരത്തെ നിയമം സംബന്ധിച്ച് പറഞ്ഞു, പിന്നെ തൃശ്ശൂർ പറഞ്ഞു, ഇപ്പോഴും മറ്റത്തൂരും പറയുകയാണ്. മറ്റ് കേരളത്തിൻ്റെ വിവിധ വാർഡുകളിൽ ഞാൻ നേരത്തെ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരസ്പരം വോട്ട് കൈമാറ്റം നടത്തിയിട്ടുണ്ട്.
അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വന്നൂരിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി LDF നിൽക്കുമ്പോഴാണ് അതിനെ പരാജയപ്പെടുത്താൻ SDPIയുമായിട്ടും ചേർന്നത്. പത്തനംതിട്ട ജില്ലയിലെ കൊട്ടങ്ങൽ പഞ്ചായത്തിൽ SDPI പിന്തുണയോടെയാണ് UDF പ്രസിഡൻ്റായത്. ആലപ്പുഴ ജില്ലയിലെ വിയ്യപുരം പഞ്ചായത്ത് പട്ടികജാതി വനിതാ സംവരണമായിരുന്നു. വിജയിച്ചത് LDF അംഗം പ്രസിഡൻ്റായി വരാതിരിക്കാൻ വേണ്ടി BJP ബഹിഷ്കരിച്ച് കോറം തികയാത്ത നിലയുണ്ടാക്കി. അപ്പോൾ ഇതിനിങ്ങനെ ഓരോന്നോരോ ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല.